റോസ്മേരി ഓയിൽ എത്രത്തോളം മുടിക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഇൻസ്റ്റ യൂത്ത്. FBയിൽ ഇപ്പോൾ അമ്മമാർ മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റ യൂത്ത് മെയിനായിട്ട്. അപ്പോൾ അതിൽ റോസ്മേരി ഓയിൽ അത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നീ മുമ്പല്ല ഓണിയൻ ഓയിലിനെ കുറിച്ച് ചോദിച്ചത്. കാരണം ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാർ വരുന്നു പറഞ്ഞ പോലെ മുമ്പ് റൈസ് വാട്ടർ ആയിരുന്നു, കഞ്ഞിവെള്ളം തേച്ചിട്ട് മുടി വരുന്ന രീതിയിൽ കുറേ പേര് അത് ട്രൈ ചെയ്തിരുന്നു. അതിനുശേഷം ഓണിയൻ ഓയിൽ, അതായത് നമ്മൾ ഉള്ളിൻ്റെ അതിൽ നിന്ന് സത്യം എടുത്തിട്ടുള്ള ഓണിയൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ കമ്പനീസ് ഇങ്ങനെ ഇറക്കി, പല കമ്പനി പല പേരിലൊക്കെ ഇറക്കി. ഇപ്പോൾ ട്രെൻഡിങ് ആണ് റോസ്മേരി. ഞാൻ പറഞ്ഞു കുറച്ചു സിസിലി നട്ട് വേറെ ആരെങ്കിലും ഇറക്കുമെന്ന് ഞാൻ തമാശയാക്കി. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിസ്മി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജനുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ ഇൻസെക്യൂരിറ്റി, അത് മുടി കൊയ്യുക എന്ന് പറയുന്ന ഒരാളുടെ ഇൻസെക്യൂരിറ്റിയാണ്. നമുക്കൊരു മുടി പോകുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് യൂത്തിൻ്റെ ഒക്കെ ആകുമ്പം എസ്പെഷ്യലി ഇൻസ്റ്റയിലുള്ള ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ആൾക്കാർ എപ്പോഴും അപ്പിയറൻസിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജനറേഷനാണ്. അത് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ്. അതല്ലാത്തത് ഉള്ള ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് വരും. അതിൽപ്പെട്ട ഒരു പുതിയൊരു സംഭവമാണ് റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് ഫസ്റ്റ് തന്നെ ഞാനതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനായിട്ട് ഞാൻ പറയാം. റോസ്മേരി ഓയിൽ എന്ന് പറഞ്ഞാൽ റോസ്മാരിനസ് ഒഫിഷ്യനാലിസ് എന്നുള്ള ഒരു കണ്ടൻ്റാണ് അതിൻ്റെ ഒരു ഫാമിലി, അതായത് ലാമിയേസെ ഫാമിലി എന്നുള്ള ഒരു ഷ്രബ്, ഹൗസ് ഹോൾഡ് പ്ലാന്റ് ആണ്. അതൊരു നീഡിൽ ലൈക്ക് ലീവ്സ് ഉണ്ടാവും, ഈ കാണുന്ന രീതിയിൽ വൈറ്റ് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ഏരിയൽ പാർട്ട്, അതിൻ്റെ പുറമേ നിന്നുള്ള പാർട്ട് ഇലകളും മറ്റ് ലീവ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ചുള്ളികളൊക്കെ അരച്ച് അതിൽ നിന്നുള്ള 2-3 റോസ്മാരിനിക് ആസിഡ്, കാർണോസിക് ആസിഡ്, കെഫിക് ആസിഡ്, കുറച്ച് നാവ് വാങ്ങാത്ത കുറച്ച് സംഭവങ്ങളാണ്. അതൊക്കെ അതിൽ കണ്ടൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ ആയുർവേദ പ്രിപ്പറേഷനിലേക്ക് ഉള്ള പോലെ തന്നെയാണ്. കാരണം നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യാകാശത്ത് നിന്ന് കൊണ്ടുവന്നതല്ല, ഈ ആയുർവേദത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ എന്താണോ വേണ്ടത്, സിങ്കോണ ബാർബ് എന്നുള്ള അതിന് ഉള്ള മലേറിയയ്ക്കുള്ള കണ്ടൻറ്റ് നമ്മൾ എടുത്തതുപോലെ, അതുപോലെ പല കാര്യങ്ങളും ആയുർവേദത്തിൽ നിന്നും നാച്ചുറൽ നിന്നുള്ളത് തന്നെയാണ് സത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അതിനെ ഒന്ന് വേർതിരിച്ചെടുത്തിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകളാണ്. പിന്നെ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ ഈ കണ്ടൻറ്റാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സ്റ്റഡീസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. വെറും ജസ്റ്റ് ഒരു അരച്ചിതാക്കുന്ന പരിപാടിയല്ല. ഓൾറെഡി ഒരു 2023 ഒരു ആനിമൽ സ്റ്റഡി ഉണ്ട്, ഒരു റാറ്റിൽ ഹെയറിൽ യൂസ് ചെയ്യുന്നതൊക്കെ. അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിൽ ഓൾറെഡി ഈ ഒരു ഷ്രബ് എന്ന് പറയുന്നത് ഡ്രിങ്കായിട്ടും കുടിക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് നമ്മളെ CNS, നമ്മളെ സെൻട്രൽ നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, ഇപ്പോൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഇതിനുണ്ട്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ മെഡിസിനൽ ഡ്രിങ്കായിട്ട് നമ്മൾ കുറേ ചുക്കാപ്പി അതൊക്കെ പറഞ്ഞ പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് മെഡിറ്ററേനിയൻ കൺട്രീസിൽ. ഈ അടുത്ത കാലത്ത് ഇതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് ലുക്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കോസ്മെറ്റിക് പ്രോഡക്ട്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റുണ്ട്, നല്ല കോസ്റ്റ് ഉള്ള പ്രോഡക്ട്സുകൾ ഇറക്കാം. അങ്ങനെ വരുമ്പോൾ റോസ്മേരി ഇപ്പം, കാരണം കുറേ കാലം റൈസ് വാട്ടറും ഓണിയൻ ഓയിലൊക്കെ ആൾക്കാർ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു ഏകദേശം കുറേ ആൾക്കാർ മനസ്സിലാവില്ല കാര്യമൊന്നുമില്ലാന്ന്. അപ്പം പിന്നെ ഈ പുതിയ സാധനം വന്നു കഴിഞ്ഞാലാണ് ഇപ്പം നമ്മൾ സാധനം വാങ്ങുമ്പോൾ എപ്പോഴും ന്യൂ ആഡഡ്, പുതിയ ഫ്ലേവർ ആഡ് ചെയ്തൊക്കെ വരുമ്പോൾ നമ്മളത് വാങ്ങാൻ, മറ്റേ പഴയ തന്നെ വാങ്ങാൻ നിൽക്കില്ലല്ലോ. എന്തെങ്കിലും വരുമ്പോൾ നമ്മളതൊരു സാധാരണ പർച്ചേസ്, ആ ഒരു കൺസ്യൂമറിൻ്റെ ഒരു മെൻറ്റാലിറ്റിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ആർക്കതിൽ പുതിയൊരു സംഭവമായിട്ട് ഇതിന് വരികയും ഇതിൽ കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയും നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാവുകയും ചെയ്തപ്പോൾ കൂടുതൽ സ്റ്റഡീസൊക്കെ വരുന്ന രീതിയിൽ വന്നു. അപ്പോൾ അതിൽ പെട്ടതാണ് റോസ്മേരി ഓയിൽ. അതിൽ റിസൾട്ട് തീരെ ഇല്ലയെന്നല്ല, നമ്മൾ ഒരു സ്റ്റഡിയൊക്കെ പറയുന്നതിൽ കുറച്ച് നോർമലായിട്ട് ഹെയർ ലോസ് ഒന്നും ഇല്ലാത്ത, കഷണ്ടി അങ്ങനത്തെ പോലെയുള്ള പ്രശ്നങ്ങളില്ലാത്തവരിൽ യൂസ് ചെയ്തപ്പോൾ മുടി കിളിർത്തുന്നൊക്കെ അവർ പറയുന്നുണ്ട്. ആൾക്കാരെ കുറച്ചൊരു സെൽഫ് എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അങ്ങനെയുള്ള കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ അതിൽ വാസോഡൈലറ്റേഷൻ ആക്ഷൻ വെച്ചിട്ട് അതുള്ള രക്തോട്ടം കൂട്ടുമെന്ന് പറയുന്നുണ്ട്. എനിവേ ഒരു സ്റ്റഡിയും DHT ബ്ലോക്കിംഗ് ആക്ഷൻ അതിനുണ്ട് എന്നുള്ള രീതിയിൽ ഡാറ്റയൊന്നുമില്ല. DHT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആണുങ്ങൾക്കുണ്ടാകുന്ന കഷണ്ടിയിൽ റൂട്ടിനെ ഷ്രിങ്ക് ചെയ്യുന്ന ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോണിനുള്ള അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻ ഒന്നും അതിനില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാമോ പറ്റുമോ, യൂസ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു നമ്മൾ കുറേ വെളിച്ചെണ്ണയൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്ന പോലെ യൂസ് ചെയ്യാം. കുറച്ചും കൂടി ചിലപ്പോൾ അതിനേക്കാൾ കുറച്ച് ഇങ്ങനത്തെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ ഫയർഫോഴ്സ് വന്നിട്ട് വെള്ളം ഒഴിക്കുന്ന ഭാഗത്ത് നമ്മളൊരു മഗ്ഗിൽ വെള്ളം ഒഴിച്ചുള്ള അവസ്ഥ പോലെയാണ് നല്ല രീതിയിൽ കഷണ്ടിയിലേക്ക് പോകുന്ന ആൾക്ക് റോസ്മേരി ഓയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം. അതൊരിക്കലും
FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ബേസിസ് ഉള്ള ഒരു മിനോക്സിഡിലിന് ഒരിക്കലും ബദലാവില്ല. അപ്പം ഒരു പല ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പേ അതിനുള്ള എല്ലാ പണിയും അവർ ചെയ്തിട്ടുണ്ടാവും. കുറേ വ്ളോഗേഴ്സിനെ കൊണ്ടുള്ള വീഡിയോസ് വേറെ അത് വേറെ വിഷയം. അതല്ലാതെ തന്നെ ബ്ലോഗ്സ് വെച്ചിട്ട് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ പറ്റും. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ആളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റോസ്മേരി ഓയിൽ വേഴ്സസ് 2% മിനോക്സിഡിൽ സ്റ്റഡിയാണുള്ളത്. അതുപോലെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. നമ്മളൊരിക്കലും ആൻഡ്രോജനിക് അലോപേഷ്യയിൽ മെയിൽ പാറ്റേൺ ഹാലോസിൽ അല്ലെങ്കിൽ ഫീമെയിൽ പാറ്റേൺ ഹാലോസിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ഒരിക്കലും 2% മിനോക്സിഡിലല്ല 5% മിനോക്സിഡിലാണ് നമ്മൾ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ളത് ഈ കഷണ്ടി എന്ന് പറയുന്നതിന്. അപ്പം ഇവർ കമ്പയർ ചെയ്തത് അതിൻ്റെ പകുതി പോലും സ്ട്രെങ്ത് ഇല്ലാത്തത് വെച്ചിട്ട് ഏകദേശം അതുമായിട്ട് റിസൾട്ട് ഉണ്ട്. അത് ആൾക്കാരെ പറ്റിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അവർക്ക് 5% വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാമായിരുന്നല്ലോ. പക്ഷേ 2% ആണ് കമ്പയർ ചെയ്തത്. എന്നിട്ട് ഏകദേശം അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരിക്കലും മിനോക്സിഡിലിൻ്റെ പറയുകയാണെങ്കിൽ ഈ റോസ്മേരി ഓയിലിൻ്റെ കൂടുതലായിട്ടുള്ള സ്റ്റഡീസ് ഒന്നുമില്ല. ഇങ്ങനെ ഇവോൾവിങ് ആയിട്ടുള്ളതാണ്. ഭാവിയിൽ ഇതിൻ്റെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് വരുന്നോ വരില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് എവിഡൻസ് വെച്ചിട്ട് നമുക്ക് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരസെറ്റമോൾ കൊടുത്താൽ പനി മാറും എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടും നിങ്ങൾക്ക് തന്നെ കൊടുത്തിട്ട് പറയുന്നൊരു കാര്യമാണ്. ഒരു പുതിയ സാധനം വന്നിട്ട് പനി മാറില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്റ്റഡീസ് വേണം, എന്നിട്ട് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. ആ രീതിയിൽ നമ്മൾ മിനോക്സിഡിൻ്റെ വിഷയം അതുപോലെയാണ്. എത്രയോ വർഷങ്ങളായി എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റഡീസ് നിങ്ങളിപ്പോൾ മിനോക്സിഡിലിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കിയാൽ ഇപ്പം പബ്മെഡ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കിൻ്റെ ഒരു ലൈബ്രറി പോലെയാണ്. എന്തൊക്കെ റിസർച്ച് നടക്കുന്നുണ്ടോ ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള, കാശ് കൊടുത്തിട്ട് അവിടെ ഇവിടെയുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് സ്റ്റഡി ഒന്നും അതിലുണ്ടാവില്ല. അത്യാവശ്യം ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് മാത്രമേ ഇതിലും ചിലപ്പോൾ തട്ടിക്കൂട്ട് സ്റ്റഡിയൊക്കെ ഉണ്ടാവാം, പക്ഷേ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മിനോക്സിഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്റ്റഡീസ് കാണും. റോസ്മേരി ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ പുതിയ സ്റ്റഡീസുകളാണ് കാണുന്നത്. അതിൽ അപ്പം കൂടുതൽ സയൻറ്റിഫിക് ബാക്കപ്പ് വെച്ചിട്ട് ആണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനോക്സിഡിൽ തന്നെയാണ് ഓൾവേസ് ബെറ്റർ ദാൻ റോസ്മേരി ഓയിൽ. ഇനി റോസ്മേരി ഓയിൽ മിനോക്സിഡിൽ സൈഡ് ഇഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 2015 സ്റ്റഡിയിൽ ആൾക്കാരിൽ തന്നെ മിനോക്സിഡിലും റോസ്മേരി ഓയിലും പോയിട്ട് രണ്ടിലും വലിയൊരു സൈഡ് ഇഫക്റ്റ് കണ്ടില്ലാന്നാണ് സ്റ്റഡി പറയുന്നത്. പിന്നെ അതിപ്പം മാർക്കറ്റ് ചെയ്യുമ്പോൾ പറയാൻ മിനോക്സിഡിനെ കൊണ്ട് വളരെ സൈഡ് ഇഫക്റ്റ് അത് വരും ഇത് വരും. ഈവൻ ഒരു പേഷ്യൻ്റ് എൻ്റെ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ചങ്ങയ്ക്ക് നല്ല രീതിയിൽ മുടി വന്നതായിരുന്നു, നിർത്തി. അവസാനം ഒരു വർഷം കഴിഞ്ഞപ്പം ഏകദേശം പഴയ പോലെ തന്നെ അവസ്ഥയിലേക്കായി. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും നല്ല റിസൾട്ട് വന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു മിനോക്സിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് വരുമെന്ന്. ഞാൻ പറഞ്ഞു യൂസ് ചെയ്തെന്ന് ഫ്രണ്ട് പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കിക്കുക, അല്ലെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അവസാനം വീണ്ടും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അവൻ ഓൾറെഡി 3 കൊല്ലം യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ് ഒരാളുടെ ജസ്റ്റ് ഒരു അഭിപ്രായം കേട്ടിട്ട് നിർത്തുന്നത്. അതുപോലെ ഇങ്ങനെ, കാരണം അവർക്ക് ആൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നോക്കുക, മിനോക്സിഡിൽ ഇത്രയും, കാരണം ഈ ഫോട്ടോയിൽ മിനോക്സിഡിൽ നിന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു വലിയൊരു, ഇപ്പോൾ ഇവൻ നമ്മൾ PRPക്ക് പോലും ഇത്രയും വലിയ കമ്പിപ്പാര പോലുള്ള നീഡിൽ വെച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യില്ല. ഇതൊരു കമ്പനി അവരുടെ ഒരു പ്രൊഡക്റ്റ് ഹെയർ സീറം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണിത്. മിനോക്സിഡിൽ പോലെ ഇത്ര ഭീകരമായൊരവസ്ഥ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിനോക്സിഡിൽ എത്രയും സയൻറ്റിഫിക് ബാക്കപ്പായിട്ട് റിസൾട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 7 അയലത്ത് ഇതുപോലുള്ള പുതിയ സാധനങ്ങൾ വരില്ല. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പോപ്പുലേഷൻ്റെ അടുത്ത് ഒരിക്കലും നമ്മൾക്കിത് റിസൾട്ട് എന്ന് പറഞ്ഞ് വരികയില്ല. അപ്പോൾ ആകെ നമ്മൾക്ക് അങ്ങനെയുള്ള കമ്പനീസിനും ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെക്കൊണ്ട് ഇത് വരും, സൈഡ് എഫക്റ്റ് വരും, അങ്ങനെ വരും, ഇങ്ങനെ തന്നെ പേടിപ്പിച്ചിട്ട് ആൾക്കാരെ ഇതിലേക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യാനും ഇതുപോലെ പ്രശ്നമൊന്നുമില്ലല്ലോ, അത് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആൾക്കാർക്കുള്ളിൽ കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള പേടിപ്പിച്ചിട്ടുള്ള പരസ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനോക്സിഡിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, ടോപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളായി മനുഷ്യന്മാർ യൂസ് ചെയ്യുന്നതാണ്. US FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കൽ പ്രൊഡക്റ്റ് ഈ മിനോക്സിഡിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിനോക്സിഡിൽ യൂസ് ചെയ്യാനൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ റോസ്മേരി വെയിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം മിനോക്സിഡിൽ ഒരിക്കലും ഏഴത്ത് ഈ റോസ്മേരി ഓയിൽ വരില്ല. ഇനി മിനോക്സിഡിൽ കൂടെ റോസ്മേരി ഓയിൽ ഉപയോഗിച്ചു പ്രശ്നമില്ല. ഒരാൾക്ക് ആർഭാടാണെങ്കിൽ, കാരണം എക്സ്ട്രാ ഒരു പേയ്മെൻറ്റ് ഇതിന് വരും റോസ്മേരി ഓയിലും കൂടി വരികയാണെങ്കിൽ, ഇങ്ങനത്തെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് അല്ലേ വരുന്നത്. അപ്പം ഒരാൾക്ക് അത്യാവശ്യത്തിന് മിനോക്സിഡിൽ യൂസ് ചെയ്യാം. ആർഭാടാക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിന് തെറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിതിന് ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന പോലെ മിനോക്സിഡിൻ്റെ ബദലായിട്ട് മിനോക്സിഡിനേക്കാൾ ബെറ്റർ ആകുന്ന രീതിയിലേക്കുള്ള ആ രീതിയിൽ ഒരിക്കലും ഇതിന് റിസൾട്ട് ഇല്ല. പിന്നെ ഒരിക്കലും മിനോക്സിഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യവും
ഉണ്ടാവില്ല. കാരണം പ്രിസ്ക്രിപ്ഷൻ ഓൺലി ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും, മരുന്ന് ഉപയോഗിക്കും. പിന്നെ ഓൾറെഡി പ്രിസ്ക്രൈബ് ചെയ്താണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വേറെ വിഷയം. അത്ര 10 വർഷങ്ങളായിട്ട്, പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 10 വർഷത്തിന് മേലേക്ക് മിനോക്സിൽ യൂസ് ചെയ്യുന്നു വിചാരിക്കും, എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ സയൻറ്റിഫിക് ബാക്കപ്പ് ഉള്ളൊരു സംഭവമാണ് അത്. റോസ്മെരി ഓയിൽ പുതുതായിട്ട് വന്നതാണ്. അത് റിസൾട്ട് തീരെ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു മരുന്നിനുള്ള റിസൾട്ട് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇനി ഒരാൾക്ക് വലിയൊരു കഷൻ്റെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുള്ളതാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, അത് ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. അപ്പോൾ നമ്മൾ ഒരു രോഗമായിട്ട് മുടി അത്യാവശ്യം നല്ല രീതിയിൽ പൊഴിയുന്നുണ്ട്, അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ കട്ടി കുറയുന്നുണ്ട്, അതിന് നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റ്, ഹെയർ സ്പെഷ്യലിസ്റ്റ് അതിലും നിങ്ങൾ നോക്കണം. അതിലും കുറേ വ്യാജന്മാരുണ്ട്. MD DNB ഡിപ്ലോമ ഇൻ ഡെർമറ്റോളജി തന്നെ നോക്കണം. കാരണം മറ്റൊരു സ്പെഷ്യാലിറ്റിക്കാളും ഇതൊരു ലുക്രറ്റീവ് ബ്രാൻഡാണ്, ലുക്രറ്റീവ് സ്പെഷ്യാലിറ്റിയാണ്. ആൾക്കാർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ 2 ആഴ്ചത്തെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എസ്തെറ്റിക് ഫിസിഷ്യനോ കോസ്മെറ്റോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഈ പ്രോഡക്റ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, കാണിക്കുന്ന ഡോക്ടറുടെ വിഷയത്തിലും കൂടി ഡബിൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു ഗവൺമെൻറ് റെഗുലേഷൻസൊക്കെ എത്രത്തോളം ഇത്രയും വലിയൊരു പോപ്പുലേറ്റഡ് ഇന്ത്യയിൽ പറ്റുമെന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് എന്നിട്ട് ഒരു ഒപ്പീനിയൻ തീരുമാനിക്കുക. അതല്ലാത്ത രീതിയിലുള്ള സാധാരണ ഉപയോഗിച്ചാലാണ് ഇത് ഉപയോഗിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ രോഗമായിട്ടുള്ളതിന് മിനോക്സിൽ തന്നെയാണ് ഓൾവേസ് ബെറ്റർ ദാൻ റോസ്മെരി ഓയിൽ, ഒനിയൻ ഓയിൽ, കാസ്റ്റർ ഓയിൽ, റൈസ് വാട്ടർ. ഇനി പുതുതായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് കഫീൻ, അതുപോലുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഇപ്പോൾ ഇത് ഏകദേശം റോസ്മെരിൻ്റെ വേണ്ടി തീരാനായിട്ടുണ്ട്. അപ്പോൾ പുതിയ സാധനങ്ങൾ വരും. അത് ഇവോൾവിങ് ആയിരിക്കും. മാർക്കറ്റ് എന്താണ്, ബിസിനസ് ഓറിയൻറ്റഡ്, മാർക്കറ്റ് ഓറിയൻറ്റഡ് കോസ്മെറ്റോളജി, ഹെയർ കെയർ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഓരോ ആൾക്കാരെ യൂസ് ചെയ്ത് മടുക്കുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ പ്രൊഡക്ട്സ് വരും. അത് ആ ഒരു കൺസ്യൂമർ തോട്ട്സിൻ്റെ എന്തായാലും പുതിയത് വേണമല്ലോ എന്നറിയാം. കാരണം മിനോക്സിൽ തന്നെ കുറേ കാലം മിനോക്സിൽ നമ്മൾ പണ്ടും അതുതന്നെയാണ് പറയുന്നത്, ഇപ്പോഴും അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഓരോ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ചൊരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനോക്സിലിന് ബദൽ റോസ്മെരി ഓയിൽ ആവില്ല. റോസ്മെരി ഓയിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഉപയോഗിക്കേണ്ടത് മിക്കവാറും പല ഫോർമുലേഷനിൽ വരുന്നുണ്ട്, ഓൾറെഡി ഡൈലൂട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിൽ 5 ഡ്രോപ്സ് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് തലയിൽ പുരട്ടേണ്ടത്. അത് പല ഫോർമുലേഷൻ വരുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരു ഫോർമുലേഷൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ മിനോക്സിലിൻ്റെ ബദലായിട്ട് വരില്ല, അത് മാത്രം പറയുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.